പഞ്ചാബിലെ മൊഹാലിയിൽ ബഹുനില കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 2 അപകടത്തിൽ കെട്ടിട ഉടമകൾക്കെതിരെ പോലീസ് കേസെടുത്തു. കരസേനയുടെ 80 അംഗ സംഘം ഇപ്പോഴും സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് രക്ഷാദൗത്യം. വിനിത വിജി ചേരുന്ന വിവരങ്ങളുമായി. വിനിത, വിശദാംശങ്ങൾ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ബഹുനില കെട്ടിടം 3 നിലയുള്ള കെട്ടിടം തകർന്നു വീഴുന്നത്. ഈ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പണി നടക്കുകയായിരുന്നു, അവിടെ കുഴിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ കെട്ടിടം നിലംപതിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വന്നിരിക്കുന്ന വിവരം. ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിലൊന്നൊരു പെൺകുട്ടിയാണ്, ഹിമാചൽ സ്വദേശിയാണ്. അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോഴിതാ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8ഓളം പേരെ അവിടെ കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 15ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ വീണ്ടും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരിക്കുകയാണ്. ആർമിയുടെ 80 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. വിവിധ ഇടങ്ങൾ, ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന വിവിധ മേഖലകളിലൊക്കെ അവർ പരിശോധനകൾ നടത്തുന്നുണ്ട്. 15ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി ഒരു സംശയമുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ദ്രുതഗതിയിലാണ് നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണ് ആർമി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ ഉടമകൾ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. ഈ പരിക്കേറ്റവർക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ നൽകണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകൾ ഈ രക്ഷാപ്രവർത്തനവുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആർമിയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. താങ്ക് യു വിനിത വിജയ്.